ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിങ്ങിൽ 4th മൊഡ്യൂളിൽ വരുന്ന ഒരു ചെറിയ പോർഷനാണ് ടണൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്തൊക്കെയാണ് കവർ ചെയ്യുന്നതെന്ന് നോക്കാം. ടണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നമ്മളൊരുവിധം എല്ലാവർക്കും അറിയാം. എന്താണ് നമ്മൾ തുരങ്കം എന്നൊക്കെ മലയാളത്തിൽ പറയും. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഒബ്സ്ട്രക്റ്റിനെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒബ്സ്ട്രക്റ്റിനകത്ത് കൂടെ ഒരു പാസേജ് ഉണ്ടാക്കുകയാണ് അല്ലേ. അതിനെ എക്സ്കവേറ്റ് ചെയ്തുകൊണ്ട് അതിനെ തുരന്നുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പാസേജ്, അതാണ് നമ്മൾ ടണൽ അല്ലെങ്കിൽ തുരങ്കം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കോമൺ ലൈഫിൽ നമ്മൾ കാണുന്നതാണ്, റെയിൽവേയിലൊക്കെ ഉണ്ട്, റോഡിലും ഇപ്പോൾ വളരെയധികം കോമൺ ആണ് ടണൽസ് അല്ലെങ്കിൽ തുരങ്കം എന്നൊക്കെ പറയുന്ന ഒരു സ്ട്രക്ചർ. അപ്പോൾ എന്താണ് നെസസിറ്റീസ് ഓഫ് ടണൽസ് നമുക്കൊന്ന് നോക്കാം. Tunnels are necessary to avoid long road and railway track construction along the surface of the hill to reach out the other side of the hill. അതായത് നമ്മളിപ്പോൾ ഒരു ഹില്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഹില്ലിനെ മറികടക്കാൻ വേണ്ടിയിട്ട് അതിനെ ചുറ്റിപ്പോകുന്നതിന് പകരം അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൂടെ റോഡ് പണിയുന്നതിനും പകരം അതിനുള്ളിലൂടെ റോഡ് പണിത് നമുക്ക് എങ്ങനെ എന്താ പറയുക ഇക്കണോമിക് ആവാൻ കഴിയും, എങ്ങനെ നമുക്ക് ടൈം സേവ് ചെയ്യാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു ആൻസറാണ് ഈ പറയുന്ന ടണൽ എന്ന് പറയുന്നത്. ടണൽസ് ആർ കൺസ്ട്രക്റ്റഡ് ഫോർ കണക്റ്റിംഗ് ടു ടെർമിനൽ സ്റ്റേഷൻസ് വിച്ച് സെപ്പറേറ്റഡ് ബൈ എ മൗണ്ടൻ. ഒരു മൗണ്ടൻ്റെ അപ്പുറം ഇരിക്കുന്ന രണ്ട് ടെർമിനൽ സ്റ്റേഷൻസിനെ തമ്മിൽ കണക്ട് ചെയ്യാനും നമുക്ക് ടണൽസ് വേണ്ടി വരും. ടു അവോയ്ഡ് മോർ ഡെപ്ത് ഓഫ് ഓപ്പൺ കട്ട് ടു റീച്ച് ദി അതർ സൈഡ് ഓഫ് എ മൗണ്ടൻ, ഇറ്റ് വിൽ ബി ഹാർഡ് ടു ബിൽഡ് ആൻഡ് മെയിൻറ്റെയിൻ ഇഫ് റിക്വയർഡ് ഡെപ്ത് ഓഫ് ഓപ്പൺ കട്ട്സ് എക്സീഡ്സ് 20 മീറ്റർ. അതായത് ഒരു ഓപ്പൺ കട്ട് കൊടുത്തിട്ട്, ഓപ്പൺ കട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിൽ തുറന്നിരിക്കുന്ന ടൈപ്പ് പാസേജ്, ഓക്കെ, അതിനാണ് ഓപ്പൺ കട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ആ രീതിയിലുള്ളത് കൊടുക്കാതെ അത് കൊടുക്കുന്നത് അൺഇക്കണോമിക് ആയിരിക്കുന്ന ഒരു കണ്ടീഷൻ, ഒത്തിരി ഉയരമുള്ള ഹില്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഓപ്പൺ കട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇവിടെ പറയുന്നത് 20 മീറ്റേഴ്സിന് മുകളിലുള്ളത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ ബിൽഡ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. ടു പ്രൊട്ടക്ട് ദ റോഡ് ഓർ റെയിൽവേ ഫ്രം ദ ബ്ലോക്കേജ് അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഡ്യൂ ടു ലാൻഡ് സ്ലൈഡ് ഓർ സ്നോഫോൾ. ഒരു റോഡിനെയോ അല്ലെങ്കിൽ ഒരു റെയിൽവേനെയോ നമുക്ക്, അത് ഹയർ ആൾട്ടിറ്റ്യൂഡിലെ കേസാണ് പറയുന്നത്, ഒരുപാട് ഉയരമുള്ള പ്രദേശങ്ങളിലത്തെ കാര്യമാണ് പറയുന്നത്. അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ എന്താണ് ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ സ്നോഫോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് കാരണം നമ്മളുടെ റോഡും ട്രാക്കും ഒന്നും ബ്ലോക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടണൽസ് കൊടുക്കേണ്ടതായിട്ട് വരും. ടു പ്രൊവൈഡ് ട്രാഫിക് സേഫ്റ്റി ഫ്രം ദ ക്ലൈമറ്റ് ഡിസാസ്റ്റർ അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റിന് സിമിലർ ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ടു സേവ് ടൈം സോ ദേ ക്യാൻ യൂസ് ദ ടൈം ഫോർ അനദർ പർപ്പസ്. To provide a fast and continuous transportation system in larger towns and to avoid holding traffic for a long time due to traffic congestion. To avoid use of valuable land and property for a road or a railway project. ലാസ്റ്റ് രണ്ട് പറഞ്ഞ പോയിൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ലാസ്റ്റ് പറഞ്ഞ പോയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ നമ്മളുടെ ഫോർ ദ കൺട്രി, നമ്മുടെ രാജ്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ലാൻഡാണ് എന്നുണ്ടെങ്കിൽ ആ ലാൻഡിലൂടെ റോഡ് കടന്നു പോകാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു ടണലോ എന്തെങ്കിലും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ട് വരും. അതിന് മുന്നേ പറഞ്ഞ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് നമ്മളുടെ കുതിരാനിലെ കാര്യം ഓർത്താൽ മതി. അവിടെ ഉണ്ടാകുന്ന ട്രാഫിക് കൺജഷൻ എന്ന് പറയുന്നത് വളരെ ഹ്യൂജാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ട്രാഫിക് കൺജഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ടണൽസ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് യൂസസ് ആണ്. എന്താണ് ടണലിൻ്റെ യൂസസ്, എന്തൊക്കെ കാര്യങ്ങൾക്കാണ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞ റെയിൽവേയിലും അതുപോലെ റോഡിലും മാത്രമാണോ ഈ പറയുന്ന ടണൽസ് യൂസ് ചെയ്യുന്നത്? ഒരിക്കലും അല്ല. എന്താണ് മൈനിങ് ഓർസ്, നമ്മളുടെ ലോഹങ്ങളൊക്കെ അരിച്ചെടുക്കാനായിട്ട് എടുക്കുന്ന ഓർസ് ഉണ്ടല്ലോ, ആ ഓറുകളും മറ്റും കുഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടണൽസ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻസ് ലൈക്ക് റോഡ് വെഹിക്കിൾസ്, ട്രെയിൻസ്, സബ്വേസ് ആൻഡ് ഓൾസോ ഫോർ കനാൽസ്.
ആൻഡ് നമ്മളുടെ സീവർ സിസ്റ്റംസ് എല്ലാം നമ്മൾ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിങ്ങിൽ പഠിച്ചിരിക്കുന്ന വാട്ടറിൻ്റെയും അതുപോലെ തന്നെ സീവേജ് സിസ്റ്റംസും എല്ലാം കൊണ്ടുപോകുന്ന ടണൽസും ഉണ്ട്. ഓക്കെ, അണ്ടർഗ്രൗണ്ട് ചേമ്പേഴ്സ് ഓഫൻ അസോസിയേറ്റഡ് വിത്ത് എ കോംപ്ലെക്സ് ഓഫ് കണക്റ്റിംഗ് ടണൽസ് ആൻഡ് ഷാഫ്റ്റ് increasingly are being used for such things as underground hydroelectric power plants, ore processing plants, pumping stations, vehicle parking, storage of oils and water, water treatment plants, warehouses and light manufacturing, also command centers and other special military needs. ഇതൊക്കെയാണ് നമ്മളുടെ നമ്മളുടെ ടണലിൻ്റെ യൂസസ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് പാർട്സ് ഓഫ് ടണലാണ്. എന്തൊക്കെയാണ് ഒരു ടണലിൻ്റെ പ്രധാനപ്പെട്ട പാർട്സ് എന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ഇതിൽ കാണിച്ചിരിക്കുന്നതിനകത്ത് ഒരു ക്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിൻ്റ് ഉണ്ട്. അവിടെ കാണിച്ചിട്ടുണ്ട് ക്രൗൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പർ മോസ്റ്റ് പാർട്ടിനെയാണ് നമ്മൾ ടണലിൻ്റെ ക്രൗൺ എന്ന് പറയുന്നത്. അതേപോലെ ഇൻവേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോട്ടം ഓഫ് ദ ടണലാണ്. ദെൻ ഹെഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്കവേറ്റഡ് ഫേസ് ഓഫ് ടണലാണ്. അതായത് നമ്മൾ കുഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഫേസിനെയാണ് ഹെഡിങ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് സ്പ്രിങ്ങിങ് ലൈനാണ്. സ്പ്രിങ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മളുടെ ഇപ്പോൾ ടണൽ സെക്കൻഡ് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അതായത് ടണൽ വന്നിട്ട് ഒന്ന് എന്താ പറയുക, ഒന്ന് സ്ലോപ്പ് ചെയ്ത് വന്ന് പുറത്തേക്ക് സ്ലോപ്പ് ചെയ്ത് വന്ന് പിന്നെ അത് കഴിഞ്ഞാൽ താഴേക്കാണ് സ്ലോപ്പ് ചെയ്ത് വരുന്നത്. അവിടെ കാണിച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ സ്പ്രിങ് ലൈൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആ ഹോഴ്സ് ഷൂ ക്രോസ് സെക്ഷനിൽ കാണിച്ചിട്ടുണ്ട്. അതിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നെക്സ്റ്റ് വരുന്നത് ഡ്രിഫ്റ്റ് എന്ന് പറയും. ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ എക്സ്കവേഷനെയാണ് നമ്മൾ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് മെഷേർഡ് ഫ്രം ദി പോർട്ടലാണ്. ദെൻ വാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം സൈഡ്, പോർട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടണൽ എൻട്രൻസ്. ഓക്കെ, ഇനി ക്രോസ് സെക്ഷൻസ് ഫോർ ടണൽ. ടണലിൽ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ക്രോസ് സെക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. സർക്കുലർ ക്രോസ് സെക്ഷൻസ് ഉണ്ട്, ഹോഴ്സ് ഷൂ ക്രോസ് സെക്ഷൻ ഉണ്ട്, റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷനുണ്ട്, എലിപ്റ്റിക്കൽ ക്രോസ് സെക്ഷനുണ്ട്, എഗ് ഷേപ്ഡ് ക്രോസ് സെക്ഷൻ ഉണ്ട്, സെഗ്മെൻ്റൽ റൂഫ് സെക്ഷൻ ഉണ്ട്. അങ്ങനെ 6 ടൈപ്പ് ക്രോസ് സെക്ഷൻസ് ഉണ്ട്. എക്സാമിന് ക്വസ്റ്റ്യൻ വന്നേക്കാം. ഫസ്റ്റ് വൺ സർക്കുലർ ക്രോസ് സെക്ഷൻ്റെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊന്ന് നമുക്ക് നോക്കാം. കോമൺലി യൂസ്ഡ് ഫോർ ട്യൂബ് റെയിൽവേസ്, ഹൈവേ ടണൽസ്, സീവർ ആൻഡ് ഹൈഡ്രോ ഇലക്ട്രിക് ടണൽസ്. ഇവിടേക്കാണ് പ്രധാനമായിട്ട് നമ്മൾ സർക്കുലർ സെക്ഷൻ യൂസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് ചൂസ് ചെയ്യുന്നത്, ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. മിനിമം പെരിമീറ്ററിന് മാക്സിമം ക്രോസ് സെക്ഷണൽ ഏരിയ തരുന്ന ഒരു സെക്ഷനാണ് ഈ പറയുന്ന സർക്കുലർ സെക്ഷൻ. അതുകൊണ്ട് തന്നെ വളരെ ഇക്കണോമിക്കലായിട്ടുള്ളൊരു സെക്ഷനാണ്. ഫോർ നോൺ കൊഹസീവ് സോയിലിനാണ് സർക്കുലർ സെക്ഷൻ കൂടുതലും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി ദിസ് സെക്ഷൻ ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് ബൈ യൂസിങ് ഷീൽഡ്. നോൺ കൊഹസീവ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഷീൽഡുകൾ യൂസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സർക്കുലർ സെക്ഷൻ ഈസ് ദ ബെസ്റ്റ് സെക്ഷൻ ഫോർ ടേക്കിംഗ് എക്സ്റ്റേണൽ ഓർ ഇൻറ്റേർണൽ ഫോഴ്സസ്. ദിസ് സെക്ഷൻ ഈസ് ബെസ്റ്റ് സ്യൂട്ടബിൾ ഫോർ സീവേഴ്സ് ആൻഡ് വാട്ടർ ക്യാരിയിങ് പർപ്പസസ്. നേരത്തെ പറഞ്ഞു സീവേഴ്സിനും വാട്ടർ ക്യാരിങ്ങിനും വളരെ ബെസ്റ്റാണ്. എക്സ്റ്റേണലും ഇൻറ്റേർണലും ഫോഴ്സസ് ക്യാരി ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സെക്ഷൻ സർക്കുലർ സെക്ഷനാണ്. ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇവിടെ ഫിഗർ കാണിച്ചിട്ടുണ്ട് കേട്ടോ, ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ റോഡ്സ് ഓർ റെയിൽവേസ് ആസ് മോർ ഫില്ലിംഗ് ഈസ് റിക്വയർഡ് ഫോർ ഒബ്റ്റെയിനിങ് ഫ്ലാറ്റ് ബേസ്. അതായത് ശരിക്കും പറഞ്ഞാൽ റോഡിന് റെയിൽവേന് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇക്കണോമിക്കലല്ല. കാരണം കുറച്ചുകൂടെ ഫ്ലാറ്റായിട്ടുള്ള ഫില്ലിംഗ് ആണ് നമുക്ക് എവിടെ വേണ്ടത് ഭാഗമാണ് നമുക്ക് താഴെ വേണ്ടത്. അപ്പോൾ ഫ്ലാറ്റായിട്ട് അവിടെ ചെയ്യുന്ന സമയത്ത് അവിടെ കുറേ ഭാഗം ഫില്ല് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഫില്ലിങ്ങിന് നമുക്ക് ഒരുപാട് എക്സ്പെൻസ് വന്നേക്കാം. അതുകൊണ്ടാണ് അത് വേണ്ടെന്ന് പറയുന്നത്. കൺസ്ട്രക്ഷൻ ഓഫ് സർക്കുലർ സെക്ഷൻ ഈസ് ഡിഫിക്കൾട്ട് ദാൻ അതർ സെക്ഷൻ. ഇത് കുറച്ചും കൂടെ കൺസ്ട്രക്ഷൻ കുറച്ചും കൂടെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സെക്ഷനാണ് സർക്കുലർ സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫിഗർ കാണിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഹോഴ്സ് ഷൂ സെക്ഷനാണ്.
This section is commonly used because it is in between the circular and arched tunnel. ഒരു ആർച്ച്ഡ് ടണലിൻ്റെയും സർക്കുലർ ടണലിൻ്റെയും ഒരു ഇൻ ബിറ്റ്വീൻ വരുന്ന ഒരു ഷേപ്പാണ് ഹോഴ്സ് ഷൂ സെക്ഷൻ എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എക്സ്റ്റേണൽ പ്രഷർ ഈസ് റെസിസ്റ്റഡ് ബൈ കർവ്ഡ് സൈഡ്സ് ആൻഡ് ആർച്ച് ആക്ഷനും അതേപോലെ തന്നെ കർവ്ഡ് സൈഡ്സും കൂടിയാണ് ഇവിടെ എക്സ്റ്റേണൽ പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യുന്നത്. ദിസ് സെക്ഷൻ ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ സോഫ്റ്റ് റോക്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഹോഴ്സ് ഷൂ സെക്ഷൻ അഡോപ്റ്റ് ചെയ്യാം. അതുപോലെ ആസ് സ്മോൾ ഫില്ലിംഗ് ഈസ് റിക്വയർഡ് ദിസ് സെക്ഷൻ ഈസ് ബെസ്റ്റ് സ്യൂട്ടബിൾ ഫോർ റോഡ് ആൻഡ് റെയിൽവേ ട്രാഫിക്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സർക്കുലർ സെക്ഷൻ്റെ പോലെയല്ല, ഹോഴ്സ് സെക്ഷനിൽ കുറച്ചും കൂടെ ഫില്ലിംഗ് കുറവ് മതി. This section provides sufficient working space for workers and strong materials during construction. സോഫ്റ്റ് റോക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി സേഫാണ്, അവിടെ വർക്ക് ചെയ്യാനും മറ്റും നിൽക്കാനുള്ള സ്പേസും മറ്റും ഉണ്ടാകും. ഓക്കെ, ദിസ് സെക്ഷൻ ഈസ് ഓൾസോ സ്യൂട്ടബിൾ ഫോർ ക്യാരിയിങ് വാട്ടർ ഓർ സീവേജ് ആസ് ദ വെറ്റഡ് പെരിമീറ്റർ ഈസ് in this section is also not much greater than circular section. Okay, next വരുന്നത് rectangular section ആണ്. This section is suitable only in the case of hard rocksൻ്റെ കാര്യത്തിൽ മാത്രമേ നമുക്ക് rectangular sections അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. It is constructed with RCC and is commonly used for the pedestrian traffic. These sections are difficult in construction and are very costly in construction. Therefore, these are not used nowadays. പൊതുവെ ഉപയോഗിക്കാത്ത ഒരു സെക്ഷനാണ്. അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ പെഡസ്ട്രിയൻസിന് നടക്കാനുള്ള സബ്വേക്കും മറ്റൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് എലിപ്റ്റിക്കൽ സെക്ഷനാണ്. ദീസ് ആർ കൺസ്ട്രക്റ്റഡ് ഇൻ സോഫ്റ്റ് മെറ്റീരിയൽ വിത്ത് ഇറ്റ്സ് മേജർ ആക്സിസ് വെർട്ടിക്കൽ, ബട്ട് ദീസ് സെക്ഷൻസ് ആർ നോട്ട് കോമൺലി യൂസ്ഡ് ദീസ് ഡേയ്സ്. പൊതുവെ ഉപയോഗത്തിലില്ലാത്ത ഒരു സെക്ഷനാണ് എലിപ്റ്റിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത്. എന്നാലും അറിഞ്ഞിരിക്കണേ നമ്മളിതൊക്കെ. നെക്സ്റ്റ് വരുന്നത് എഗ് ഷേപ്ഡ് ആണ്. ദിസ് സെക്ഷൻ ഈസ് കോമൺലി യൂസ്ഡ് ഇൻ സീവേഴ്സ് ബിക്കോസ് ഇറ്റ് ഗീവ്സ് സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി ഈവൻ ഇൻ ദ ഡ്രൈ വെതർ ഫ്ലോ. ദിസ് സെക്ഷൻ ഈസ് ഓൾസോ ഗുഡ് ഫോർ റെസിസ്റ്റിംഗ് എക്സ്റ്റേണൽ ആസ് വെൽ ആസ് ഇൻറ്റേർണൽ പ്രഷർ. അതായത് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, താഴ്ഭാഗം എന്ന് പറയുന്നത് വീതി കുറവാണ് അല്ലേ. അപ്പോൾ അവിടെ ഒരു ഡ്രൈ വെതർ ഫ്ലോയിലാണെങ്കിൽ പോലും, അതായത് ഇപ്പോൾ നമ്മളുടെ വേനൽക്കാലത്താണെന്നുണ്ടെങ്കിലും പോലും കുറച്ച് വെള്ളമല്ലേ അതിനകത്തുണ്ടാവുള്ളൂ, റൺ ഓഫ് ഉണ്ടായിരിക്കില്ലല്ലോ, റെയിൻഫോൾ കാരണമുള്ള ആ ഒരു വെള്ളം റെയിൻ വാട്ടർ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ആ ഫ്ലോയിൽ പോലും നമുക്കൊരു സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി അഷ്യൂർ ചെയ്യാൻ കഴിയുന്ന ഒരു ക്രോസ് സെക്ഷനാണ് എഗ് ഷേപ്ഡ് സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് വരുന്നത് സെഗ്മെൻ്റൽ റൂഫ് സെക്ഷനാണ്. സെഗ്മെൻ്റൽ റൂഫ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന ഒരു ഇതാണ് നമ്മൾ സെഗ്മെൻ്റൽ റൂഫ് സെക്ഷൻ എന്ന് പറയുന്നത്. ദിസ് സെക്ഷൻ ഈസ് സ്യൂട്ടബിൾ ഫോർ സബ്വേസ് ഓർ നാവിഗേഷൻ ടണൽസ്. ദ സെഗ്മെൻ്റൽ റൂഫ് takes the external load and transfers it on the vertical side walls. This section is suitable for hard rocks. In case of soft soils, the side walls are to be constructed in RCC for taking external load. നമ്മൾ പൊതുവെ ഈ ഒരു സെക്ഷൻ യൂസ് ചെയ്യുന്നത് സോഫ്റ്റ് സോയിൽസ്, ഹാർഡ് റോക്കിലാണ്. സോഫ്റ്റ് സോയിലിന് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് വാൾസ് നമ്മൾ RCCയിൽ കൺസ്ട്രക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അത്രയുമാണ് നമ്മളുടെ ടണൽ എഞ്ചിനീയറിങ്ങിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു.